ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കാൻ കോടതിയുടെ ഉത്തരവ്. ആലപ്പുഴ സൗത്ത് പോലീസിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് നൽകിയ ഹർജിയിലാണ് ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടപടി. പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് ഗൺമാൻ മർദ്ദിച്ചതെന്നാണ് ഹർജിയിൽ ആരോപിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കുര്യാക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും പോലീസും ചേർന്ന് വളഞ്ഞിട്ട് തല്ലിയിരുന്നു. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും ഞങ്ങൾ രണ്ടുപേരും പരാതി നൽകി. പക്ഷേ ആ പരാതിയിന്മേൽ യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, ഇത് പോലീസിൻ്റെ ഒരു സ്വാഭാവിക നടപടി മാത്രമാണെന്ന് റിപ്പോർട്ട് കൊടുത്ത് ഞങ്ങളെയും കേരളത്തിലെ ഓരോ ജനാധിപത്യവാദികളെയും അധിക്ഷേപിക്കുന്ന ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വകാര്യ അന്യായം ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞങ്ങൾ സമർപ്പിച്ചത്. അതിനെ തുടർന്ന് ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസിനോട് FIR രജിസ്റ്റർ ചെയ്യുവാനായി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ അനിൽ കല്ലിയൂരിനും സന്ദീപിനുമെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് കാണിച്ചാണ് ഇവർ കോടതിയെ സമീപിച്ചത്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ആലപ്പുഴ സൗത്ത് പോലീസിന് കോടതി നിർദ്ദേശം നൽകി. IPC 294B, 323, 325 എന്നീ വകുപ്പുകൾ ചുമത്തി അന്വേഷണം നടത്തണമെന്നാണ് നിർദ്ദേശം. പ്രതിഷേധക്കാരെ മർദ്ദിച്ച നടപടി സ്വാഭാവികമാണെന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് നേരത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.